കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 90 പോയിന്റ് ഇടിയുകയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 3560 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2646 കോടി രൂപയുടെ ബൈയിംഗ് ആണ് നടത്തിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ ഇന്ത്യയിലെ പ്രമുഖ ഡിജിറ്റൽ ഐഡന്റിഫിക്കേഷൻ പ്രൊവൈഡർ കമ്പനിയായ വെബ് ഐഡി ഗ്രൂപ്പുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഓൺലൈൻ ഐഡന്റിറ്റി പ്രോസസ്സസ്, പ്ലാറ്റ്ഫോം സെക്യൂരിറ്റി എൻഹാൻസ്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് രണ്ട് കമ്പനികളും സഹകരിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ FSS എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഓട്ടോ സെക്ടറിൽ നിന്നും ടാറ്റ മോട്ടോഴ്സിന് ശ്രദ്ധിക്കാവുന്നതാണ്. ടാറ്റ മോട്ടോഴ്സ് അതിന്റെ കൊമേഴ്സ്യൽ വെഹിക്കിൾസിൽ 2% വരെ വില വർധനവ് നടപ്പിലാക്കിയിട്ടുണ്ട്. ബസ്, ട്രക്ക് ഉൾപ്പെടെയുള്ള കൊമേഴ്സ്യൽ വെഹിക്കിൾസിലാണ് വില വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഉയർന്ന ഇൻപുട്ട് കോസ്റ്റിനെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി വില വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നത്. നെസ്കോ എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നും വിശാഖപട്ടണം ഹൈദരാബാദ് എക്സ്പ്രസ് ഹൈവേ ഡെവലപ്മെന്റിന്റെ പ്രോജക്ട് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ റോഡ് ഡെവലപ്മെന്റ്, ഓപ്പറേഷൻ, മെയിന്റനൻസ് ഓഫ് വേ സൈഡ് അമെനിറ്റീസ് എന്നിവയുമായി ബന്ധപ്പെട്ട ഓർഡറാണ് നെസ്കോ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. NHPC 2025 ഫിനാൻഷ്യൽ ഇയറിൽ 6900 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ 2600 കോടി രൂപ പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴിയായിരിക്കും കമ്പനി സമാഹരിക്കുക. ഗോപാൽ സ്നാക്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഗോപാൽ സ്നാക്സിന്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ഫയർ ഇൻസിഡന്റ് ഉണ്ടായതിനെ തുടർന്ന് കമ്പനി അതിന്റെ പ്രവർത്തനം താൽക്കാലികമായി, അതായത് മാനുഫാക്ചറിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. വെൽപ്സൺ കോർപ്പ് എന്ന കമ്പനി സിൻഡെക്സ് ലോജിസ്റ്റിക്സിലുള്ള ഡൈവെസ്റ്റ്മെന്റ് പൂർത്തിയാക്കി. സിൻഡെക്സ് ലോജിസ്റ്റിക് ഇനി വെൽപ്സൺ കോർപ്പിന്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയായി പ്രവർത്തിക്കും. വിഫിൻ സൊല്യൂഷൻ എന്ന കമ്പനി വാൾനട്ട് AI പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 50% സ്റ്റേക്ക് അക്വയർ ചെയ്തു. മെഡ് പ്ലസ് ഹെൽത്ത് സർവീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. തെലങ്കാനയിലെ മെഡ് പ്ലസ് ഹെൽത്ത് സർവീസിന്റെ സ്റ്റോറിൽ ഡ്രഗ് ലൈസൻസ് സസ്പെൻഷൻ ഓർഡർ ലഭിച്ചത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. സിയാറാം സിൽക്ക് മിൽസ് എന്ന കമ്പനി പെർഫ്യൂം മാനുഫാക്ചറിംഗിലേക്ക് കൂടി കടക്കുന്നു. കാന്നി ഇറ്റലി എന്ന ബ്രാൻഡ് നെയിമിൽ കമ്പനി പെർഫ്യൂം പ്രൊഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യും. GR ഇൻഫ്ര പ്രോജക്ടിന് കർണാടക ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും 108 കോടി രൂപയുടെ ഒരു ട്രാൻസ്മിഷൻ പ്രോജക്ട് ലഭിച്ചിട്ടുണ്ട്. JK ടയർ ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്ക് മധ്യപ്രദേശിലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി 30 മില്യൺ യൂറോയുടെ സപ്പോർട്ട് പ്രമുഖ ഓട്ടോമൊബൈൽ ആൻഡ് ഫിനാൻസ് ഗ്രൂപ്പായ ഡെറ്റ്ഷെ ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൈം സെക്യൂരിറ്റീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ആർക്ക് നിയോ ഫിനാൻഷ്യൽ സർവീസിന്റെ 41% സ്റ്റേക്കുകൾ പ്രൈം സെക്യൂരിറ്റീസ് അക്വയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ 7 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് പ്രൈം സെക്യൂരിറ്റീസ് നടത്തിയിരിക്കുന്നത്. ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന നെഗറ്റീവ് അപ്ഡേറ്റ്, കമ്പനിയുടെ ഗ്രീൻ പ്ലേ സ്പെഷ്യാലിറ്റി പാനൽസ് മാനുഫാക്ചർ ചെയ്യുന്ന മിഷനറീസ് ബ്രേക്ക് ഡൌൺ ആയതിനെ തുടർന്ന് കമ്പനി അതിന്റെ പ്രവർത്തനം താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ 3 ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ AGE 65L, AGE 66L, AGE 67L തുടങ്ങിയ കമ്പനികളെ അദാനി ഗ്രീൻ എനർജിയുമായി മെർജ് ചെയ്യുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകി. സൊമാറ്റോ എന്ന കമ്പനിക്ക് 402 കോടി രൂപയുടെ GST പെനാൽറ്റി ലഭിച്ചു. കൂടാതെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഇന്ത്യൻ എയർഫോഴ്സിന് 12 സുഖോയ് എയർക്രാഫ്റ്റുകൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 13,500 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ക്ലീൻ മാക്സ് എൻവിയോൺ എനർജി സൊല്യൂഷൻ എന്ന കമ്പനിയുടെ 26% സ്റ്റേക്ക് അക്വയർ ചെയ്തു. അശോക് ലൈലാൻഡ് എന്ന കമ്പനിക്ക് തമിഴ്നാട് ഗവൺമെന്റിന് ഡീസൽ ഫ്യൂവൽ ടൈപ്പ് പാസഞ്ചർ ബസ് ചേസിസ് സപ്ലൈ ചെയ്യുന്നതിന് 346 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.